ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 84ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കുഡ് എന്ന ഓക്സിലറി വെർബിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. കുഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ് നിയമം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാഠം അറിയാം എന്ന് മാഷക്കറിയാം. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താം. എങ്ങനെയാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുക? കുഡിന്റെ അർത്ഥം എന്താ? കഴിഞ്ഞു, അതുപോലെ എന്താണ്? കഴിഞ്ഞിരുന്നു, സാധിച്ചു, സാധിച്ചിരുന്നു, പറ്റി, പറ്റിയിരുന്നു, അല്ലെ? ഈ കുഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ കുഡ് എന്ന വാക്ക് ഉപയോഗിക്കണം, പിന്നെ ക്രിയയുടെ കുടുംബത്തിലെ ആരാണ്? ഒന്നാമൻ അഥവാ V1, പിന്നെ ഒബ്ജക്റ്റ്. കഴിഞ്ഞ ക്ലാസ്സില് രണ്ട് സബ്ജക്റ്റുകളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊക്കെയാണ്? സബ്ജക്റ്റ് ഏകവചനവും സബ്ജക്റ്റ് ആയി. ഇന്ന് നമുക്ക് അടുത്ത രണ്ട് സബ്ജക്റ്റ് ഏതൊക്കെയാണത്? സബ്ജക്റ്റ് അഥവാ കർത്താവ് യു എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂരൽ ഒന്നിൽ കൂടുതൽ വരുന്നതുമാണ് ചർച്ച ചെയ്യുന്നത്. ആ രണ്ട് തരം വാചകങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞതുപോലെ കുഡ് ഉപയോഗിച്ചുള്ള നീളം കൂടിയ വാചകങ്ങളും ഇന്നത്തെ നമ്മുടെ പഠന വിഷയമാണ്. അപ്പൊ നമുക്ക് അടുത്ത വാചകം ഒന്ന് എഴുതാം. സബ്ജക്റ്റ് യു വെച്ച് അപ്പൊ റോമൻ ലെറ്റർ 3-ൽ 1 അല്ലെ? നോക്ക്. നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. അല്ല, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. അത് വലിയ കാര്യമാണ് കേട്ടോ. നിനക്ക് നിന്റെ അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു, അത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ആ കഴിഞ്ഞു എന്നുള്ള ഭാഗമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. മലയാള വാചകം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? 4 പീസ് ആകും അല്ലെ? എന്താണ്? നിനക്ക് എന്നാണ് സബ്ജക്ട്. നീ ചെയ്ത പ്രവൃത്തി എന്താ? സഹായിക്കുക അല്ലെ? നീ സഹായിച്ചത് ആരെയാണ്? അമ്മയാണ്. അപ്പൊ കർത്താവിന് ഈ പ്രവൃത്തി ചെയ്യാൻ എന്താണ് ആവശ്യമുള്ളത്? അതാണ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്? നിനക്ക് സഹായിക്കാൻ അമ്മ വേണം. അപ്പൊ ഇതാണ് സബ്ജക്റ്റ്. സഹായിക്കാൻ നമ്മുടെ വെർബ്. അതുപോലെ എന്താണ്? അമ്മയാണ് ഒബ്ജക്റ്റ്. അങ്ങനെ നമ്മൾ 3ആയി മുറിച്ചു അല്ലെ? പതിവ് പോലെ 3ആയി മുറിച്ചു. ഇനി അറ്റത്ത് ഒരു വാക്ക് കിടക്കുന്നുണ്ടല്ലോ. എന്താണിത്? കഴിഞ്ഞു. വേണ്ട. അപ്പൊ അതിനിടയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന് തുല്യമായ ഇംഗ്ലീഷ് വാക്കായ കുഡ് എഴുതി വെച്ചു. ഓക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ വെർബാലാണ്. വെർബ് സഹായിക്കുക. സഹായിക്കുക എന്ന വെർബിന്റെ കുടുംബത്തിലെ 1, 2, 3, 4 നമുക്കൊന്ന് എഴുതണം. സഹായിക്കുന്നത് ഇംഗ്ലീഷ് വരിക കണ്ട. ഹെൽപ്പ് ഒന്നാമൻ, രണ്ടാമൻ എന്താ? ഹെൽപ്പഡ്. മൂന്നാമനും ഹെൽപ്പഡ്. നാലാമൻ എങ്ങനെ ഉണ്ടാക്കുക? നാലാമൻ നമ്മുടെ ഈ ഒന്നിന്റെ അറ്റത്ത് എസ്ഒ ഇഎസ്ഒ ചേർത്താൽ മതി അല്ലേ? ഹെൽപ്പിനോട് എന്ത് ചെയ്താൽ മതി? ഹെൽപ്പിന്റെ കൂടെ എന്താണ്? ഹെൽപ്പിന്റെ കൂടെ ഈ ഹെൽപ്പ് എഴുതിയിട്ട് യെസ് അല്ല. ഇനി ഹെൽപ്പിംഗ് ടു ഹെൽപ്പ് അങ്ങനെ 6 പേരുണ്ടെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ എന്തിനാണ് ഇപ്പൊ ഹെൽപ്പിന്റെ വീട്ടിലെ ഒന്നാമൻ ഇതല്ലേ? ഈ ഒന്നാമന് കിട്ടാൻ വേണ്ടി 4 പേര് എഴുതിക്കണം. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിയ നമ്മൾ എടുക്കുമ്പോൾ അതില് നമ്മൾ 1, 2, 3, 4 അപ്പൊ തന്നെ എന്താണ് എഴുതി പഠിക്കുക എന്നുള്ളതാണ്. ഇതെന്തിനത്? നമ്മുടെ പൂന്തോട്ടമായ ടെൻത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരെല്ലാരും അവിടെ ആവശ്യമുണ്ട്. അപ്പൊ കിട്ടുന്ന അവസരത്തിൽ എന്താണ് നമ്മൾ ഓരോ ക്രിയയുടെ 1, 2, 3, 4 പഠിച്ചേക്കുക. ഓക്കെ കേട്ടാ. നിങ്ങൾക്ക് 250ഓളം വെർബ് ഭാഷ എഴുതി തന്നിട്ടുണ്ട്. അത് മുഴുവൻ എന്താണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് അതില് 60 കഴിഞ്ഞിട്ട് 80ാമത്തെ അന്ന് കാണുന്നു എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ മാഷോട് പറഞ്ഞു. അപ്പൊ മാഷ നോക്കാൻ നേരം കിട്ടിയില്ല. അപ്പൊ എന്തായാലും ഞാന് 250 വെർബുകളിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെർബുകളൊക്കെ നമുക്ക് എന്താണ് മറ്റേതെങ്കിലും പുസ്തകത്തിൽ നിന്നൊക്കെ എന്താണ് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി അത് വാചകത്തിന്റെ ഇംഗ്ലീഷ് നോക്കാം. ഈ വെർബിന്റെ 4 രൂപ എഴുതിയല്ലോ. ഇനി നമുക്ക് എന്താണ് ഇംഗ്ലീഷ് നോക്കുക? ആദ്യം എന്ത് ചെയ്യാ? സബ്ജക്ട്. നമ്മൾ നിയമത്തിലേക്ക് നിയമത്തിൽ ആദ്യം
സബ്ജക്ട്. ഈ നിനക്കെന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷ് വരിക? യു എന്ന് പറയുന്നത് എന്താണ്? യു. ഇനി അടുത്ത വാക്ക് എന്താ? കുഡ്. എന്താ? യു കുഡ്. ഇനി ഒന്നാം നമ്പർ ക്രിയ ഹെൽപ്പ്. യു കുഡ് ഹെൽപ്പ്. അപ്പൊ സബ്ജക്ട് എഴുതി യു, അടുത്ത വാക്ക് കുഡ് എഴുതി. ക്രിയയുടെ ഒന്നാം നമ്പർ ക്രിയ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്, ഹെൽപ്സ് ഒന്നാമൻ ഹെൽപ്പ് എഴുതി. ഇനി ഒബ്ജക്റ്റ് എന്താ? അമ്മ. അമ്മയ്ക്കുള്ള ഇംഗ്ലീഷ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ്? മദർ. അതുകൊണ്ട് യു കുഡ് ഹെൽപ്പ് മദർ. ഇതിനു വേണ്ടി നീളം ഇപ്പൊ തന്നെ കൂട്ടാം കേട്ടോ. എന്താണ്? യു കുഡ് ഹെൽപ്പ് മദർ ഇൻ ഹെർ കിച്ചൺ വർക്ക്സ്. അവളുടെ അടുക്കളപ്പണികളിൽ. അവിടെ ഇൻ ഹെർ കിച്ചൺ, കാരണം അവളുടെ അല്ലെങ്കിൽ അമ്മയുടെ കിച്ചൺ വർക്ക്സ് അടുക്കളപ്പണി. ആ പണിയിൽ എന്ന് കിട്ടാനാണ് ഒരു ഇൻ എന്നുള്ള വാക്കുകൾ വരുന്നത്. ഇൻ ഹെർ കിച്ചൺ വർക്ക്സ്. അപ്പൊ അതിന്റെ നീളം കൂടി ഇപ്പൊ തന്നെ. ഭാഷ ഉദ്ദേശിക്കുന്ന നീളം കൂട്ടില് വേറെ ഒരു തരാണ്, അത് നമുക്ക് ഇന്ന് തന്നെ എടുക്കും കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നീളം കൂട്ടാം. അപ്പൊ അവിടെ ഇന്നൊക്കെ വന്നല്ലോ. അപ്പൊ ആ ഇന്ന പ്രിപ്പോസിഷൻ കുടുംബത്തിൽപ്പെട്ടൊരു വാക്കാണ്. അപ്പൊ ആ ഫാമിലിയൊക്കെ നമ്മൾ വിശദമായിട്ട് പിന്നെ എടുക്കാൻ പോവുകയാണ്. തൽക്കാലം നിങ്ങൾക്ക് ഗ്രാമപാഠ ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി എന്താണ്? അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. എന്തിൽ കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് എന്താണ്? ആലോചിച്ച് നീളം കൂട്ടാം. എന്തിനാണ്? അമ്മയുടെ ദൈനംദിന ജോലികളിലാണ് സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളെങ്ങനെ പറയാ? ദൈനംദിന ജോലികളിലാണ് സഹായിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? യു കുഡ് ഹെൽപ്പ് മദർ ഇൻ ഹെർ ഡെയിലി വർക്ക്സ്. കണ്ടോ? ഡെയിലി വർക്കുകൾ. അത് നമ്മളിങ്ങനെ ഓർത്ത് പറയേണ്ട കേസുകളാണ്. അതൊന്നും നമുക്ക് ഇങ്ങനെ ഗ്രാമറായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല കേട്ടോ. വൈവിധ്യങ്ങളായ വാചകങ്ങൾ ഉണ്ടാക്കാനുള്ള മിടുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് എന്താണ് നമുക്ക് ഉള്ളതാണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നെഗറ്റീവ് എന്താ? 2 നിനക്ക് അമ്മയെ സഹായിക്കാൻ എന്താണ്? കഴിഞ്ഞില്ല. അപ്പൊ നെഗറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല. എങ്ങനെ വരിക? യു ഈ കുഡ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുക. എന്താണ്? യു കുഡ് നോട്ട്. അല്ലെങ്കിൽ കുഡിൻ എന്ന് പറഞ്ഞാലും മതിയല്ലോ. കുഡിൻസ് അല്ലെങ്കിൽ കുഡ് നോട്ട്. ഇവിടെ നോട്ട് വെച്ചു. ബാക്കി എങ്ങനെയാ? എന്താ? ഹെൽപ്പ് മദർ. ഇനി മൂന്നാമത്തെ എന്താണ്? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ വരിക? കഴിഞ്ഞു. കണ്ട? നിനക്ക് അമ്മയെ സഹായിക്കാൻ ചോദ്യം ഉണ്ടാക്കുക. ഇങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് പോസിറ്റീവ് ചോദ്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പോസിറ്റീവ് ഉണ്ടാക്കുക. നമ്മുടെ പോസിറ്റീവ് വാചകത്തില് കുഡ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക. അപ്പൊ എന്ത് വരും? കണ്ട? കുഡ് മുന്നോട്ട് വെച്ച് ബാക്കി അങ്ങോട്ട്. കണ്ട? എന്താണ്? കുഡ് യു ഹെൽപ്പ് മദർ. നാലാമത്തെ എന്താണ്? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ. നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ. കണ്ട? കഴിഞ്ഞു, കഴിഞ്ഞില്ല, കഴിഞ്ഞു, കഴിഞ്ഞില്ല. ഏത് വാചകം എടുത്താലും നമ്മൾ തന്നെ നല്ലതാകും. അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നെഗറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പോസിറ്റീവ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെ? നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഏത് വാചകവും അപ്പൊ തന്നെ 4 മുറിക്കും. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. പിന്നെ സബ്ജക്ട് കുറവ് മാറ്റിക്കഴിഞ്ഞാൽ കോടികളിലേക്ക് എന്താണോ വർദ്ധിക്കും അല്ലെ? അപ്പൊ എങ്ങനെ നെഗറ്റീവ്സ് ഉണ്ടാക്കുക? നെഗറ്റീവ് വാചകത്തിലെ ഈ കുഡിനോട്ട് മുന്നോട്ട് വരും. അപ്പൊ എന്താ? കുഡ് നോട്ട്. കുഡ് നോട്ട്. ഈ കുഡിനോട്ട് മുന്നോട്ട് ഞാൻ അങ്ങോട്ട്. എന്താണ്? കുഡ് നോട്ട് യു ഹെൽപ്പ് മദർ. ഇനി ആൻസേഴ്സ്. നമുക്ക് എങ്ങനെ ഉത്തരങ്ങൾ എഴുതാം? ഇവിടെ 2 ചോദ്യമുണ്ട് അല്ലെ? കുഡ് യു ഹെൽപ്പ് മദർ? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞോ എന്ന പോസിറ്റീവ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താണ്? കുഡ് നോട്ട് യു ഹെൽപ്പ് മദർ? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ ചോദിക്കാം. അതിന്റെ മറുപടി എന്താണ്? സഹായിക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എന്താണ്? നമുക്ക് പോസിറ്റീവായിട്ടും പറയാം, നെഗറ്റീവായിട്ടും പറയാറ്. ഒന്നാമത്തെ ഉത്തരം എന്താണ്? ഒന്നാമത്തെ ഉത്തരം യെസ്. രണ്ടെന്താ? യെസ്. പക്ഷെ യു വെച്ചാണ് മറുപടി പറയുന്നത്. എന്താണ്? പോസിറ്റീവ് ആയ മുറിയ യു കുഡ്. യെസ് കഴിഞ്ഞു. യെസ് യു കുഡ്. നിനക്ക് കഴിഞ്ഞു. ശരിക്കും പറയുമ്പോൾ നമ്മൾ എന്തായി കുഡ് എന്ന് പറയണ്ടേ അല്ലേ? ഞാൻ ഒരാളോട് ചോദിക്കുകയാണ് കുഡ് യു ഹെൽപ്പ് മദർ? നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. അപ്പൊ അവൻ എന്താ പറയും? യെസ് ഐ കുഡ്. എനിക്ക് കഴിഞ്ഞു. കണ്ട? ഐ വെച്ചാണ് ശരിക്കും പറയേണ്ടത്. നമ്മൾ ഐ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൽ യു വെച്ച് പഠിപ്പിക്കാറുണ്ട്. മാഷ്
സ്റ്റൈൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. മറ്റുള്ളവർ ചെയ്യുന്നതല്ല മാഷ് സ്റ്റൈലുണ്ട്, ആ സ്റ്റൈലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ യു വെച്ച് പഠിപ്പിക്കുന്നു, അവിടെ ഐ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏതാണോ വർത്താനം പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾ ഇതിന്റെ എന്ത് ചെയ്യണം ആലോചിച്ച്. ഇപ്പൊ മറുപടി ഒരു വയ്യാന്ന് നമുക്ക് അറിയാലോ കേട്ടാ, പക്ഷെ ഇവിടെ യു വെച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് മൂന്നാമത്തെ യെസ് യു കുഡ് ഹെൽപ്പ് അല്ലെ, എന്താണ് യു കുഡ് ഹെൽപ്പ്. നാലാമത്തെ എന്താണ് യെസ് എഴുതി ഈ വാല് മുഴുവൻ എന്താണ് യെസ് യു കുഡ് ഹെൽപ്പ് മദർ. ഇനി അമ്മയെ സഹായിക്കുന്നില്ലെങ്കിൽ അഞ്ചാമത്തെ നോ. ആറാമത്തെ നോ എന്ന് എഴുതിയിട്ട് എങ്ങനെയാണ് നെഗറ്റീവില് യു കുഡ് നോട്ട്. എന്തുവരും യു കുഡ് നോട്ട്. ഏതെന്താ നോ എന്ന് എഴുതിയിട്ട് യു കുഡ് നോട്ട് ഹെൽപ്പ് വരും. എന്താ യു കുഡ് നോട്ട് ഹെൽപ്പ്. എട്ടാമത്തെ എന്താ നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് വാചകം മുഴുവൻ വരും. ഇപ്പൊ എന്താ യു കുഡ് നോട്ട് ഹെൽപ്പ് മദർ. ഇനി 9 നോ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് വാചകം പോസിറ്റീവ് വാചകങ്ങൾ എഴുതി തുടങ്ങുക. എന്താണ് യു കുഡ്, എന്താ യു കുഡ് എന്താ യു കുഡ് ഹെൽപ്പ് മദറിന് വരെ എന്ത് ചെയ്യുക ഫാദർ. നിനക്ക് അച്ഛനാണ് സഹായിക്കാൻ കഴിയുന്ന അർത്ഥം. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്ന് പറയാം കേട്ടോ. എന്താണ് ഞാൻ ചോദിച്ചേ കുഡ് യു ഹെൽപ്പ് മദർ, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ couldn't you help mother, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? യെസ് കഴിഞ്ഞു. യെസ് യു കുഡ്, നിനക്ക് കഴിഞ്ഞു. എന്തിനാ അമ്മയെ സഹായിക്കാൻ. യെസ് യു കുഡ് ഹെൽപ്പ്, നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞു. ആരെയാ? അമ്മേനെ. യെസ് യു കുഡ് ഹെൽപ്പ് മദർ, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. ഇല്ലെങ്കിൽ നോ കഴിഞ്ഞില്ല. നോ യു കുഡിന്റ്, നിനക്കൊന്നും കഴിഞ്ഞില്ല പിന്നെ അമ്മേനെ സഹായിക്കാൻ. നോ യു കുഡ് നോട്ട്, നിനക്കും സഹായിക്കാൻ കഴിഞ്ഞില്ല. ആരെ? അമ്മയെ. നോ യു കുഡ് നോട്ട് ഹെൽപ്പ് മദർ, ഇല്ല നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ നിനക്ക് ആരെയാണ് സഹായിക്കാൻ കഴിഞ്ഞത്? ആ അച്ഛനെ. അതങ്ങനെ പറയും. നോ യു കുഡ് ഹെൽപ്പ് ഫാദർ, യു കുഡ് ഹെൽപ്പ് ടീച്ചേഴ്സ്, യു കുഡ് ഹെൽപ്പ് ഫ്രണ്ട്സ്, യു കുഡ് ഹെൽപ്പ് എന്താണ് നൈബേഴ്സ്. എങ്ങനെയുള്ള മാറ്റി പറയാം. ഇനി നമുക്ക് എന്താണ് പ്രാക്ടീസ് ആണ് അല്ലെ. അപ്പൊ എഴുതിയിട്ടിരിക്കുന്നതെല്ലാം തന്നെ എന്താണ് ആദ്യം പോസിറ്റീവ് വാചകമാണ് പറയേണ്ടതെന്ന് അറിയാം, പിന്നെ നെഗറ്റീവ് ആണ് പറയേണ്ടത്, പിന്നെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, പിന്നെ അടിപൊളി 9 ഉത്തരങ്ങൾ. അതിൽ തന്നെ 4 ഉത്തരം പോസിറ്റീവ് ആയിട്ടും പറയാം, 5 നെഗറ്റീവ് ആയിട്ടും പറയാൻ പറ്റും. ഇതിൽ ഏത് ഉത്തരമാണ് പറയുന്നത് അതാണ് സംസാരിക്കുന്ന ആള് പറയുന്നത്. നമ്മളെല്ലാം എന്താണ് അനർഗളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. എല്ലാവരും എന്ത് ചെയ്യണം? മാഷിനൊപ്പം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പറയാട്ടോ. ഈ പ്രാവശ്യം നമ്മള് ഇംഗ്ലീഷും മലയാളം പറയുന്നു, അടുത്തതിൽ എന്താണ് ഇംഗ്ലീഷും മാത്രം പറയുന്നു. തുടങ്ങണം, ഒപ്പം പറയണം കേട്ടോ. നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞു. ഇംഗ്ലീഷ് യു കുഡ് ഹെൽപ്പ് മദർ, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. യു കുഡിന്റ് ഹെൽപ്പ് മദർ, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞോ? കുഡ് യു ഹെൽപ്പ് മദർ, നിനക്ക് അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ? കുഡിന്റ് യു ഹെൽപ്പ് മദർ. ഉത്തരം യെസ്. യെസ് യു കുഡ്. യെസ് യു കുഡ് ഹെൽപ്പ്. യെസ് യു കുഡ് ഹെൽപ്പ് മദർ. നോ 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 യു കുഡിന്റ്. നോ യു കുഡിന്റ് ഹെൽപ്പ്. നോ യു കുഡിന്റ് ഹെൽപ്പ് മദർ. നോ യു കുഡ് ഹെൽപ്പ് ഫാദർ. ഇത് മുഴുവൻ നമ്മൾ ഇന്നലെ കാണാപ്പുഴ എഴുതി പഠിച്ചിട്ട് വന്ന് പറയണതാണോ? അല്ലല്ലോ. നിങ്ങൾക്കൊക്കെ പറയാൻ കിട്ടും. എന്താ ഈ ക്ലാസ് കൃത്യമായിട്ട് കാണുന്നവർക്ക് പറയാൻ കിട്ടുന്ന ഉറപ്പാണ്. ഇനി നമുക്ക് എന്താ ഈ മലയാളം അല്ലാണ്ട് ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കാം. വേഗം ഞാൻ പറയാം. യു കുഡ് പറയും. യു കുഡ് ഹെൽപ്പ് മദർ. യു കുഡിന്റ് ഹെൽപ്പ് മദർ. കുഡ് യു ഹെൽപ്പ് മദർ. Couldn't you help mother? Yes, yes you could. Yes you could help. Yes you could help mother. No, no you couldn't. No you couldn't help. No you couldn't help mother. No you could help parents. എന്താ നിനക്ക് മാതാപിതാക്കളെ സഹായിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക്
അടുത്ത എക്സാമ്പിൾ നോക്കാം. നമുക്ക് റോമൻ ലെറ്റർ 4 അല്ലേ. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞു. അവിടെ സബ്ജക്ട് എന്താണ്? പ്ലൂറൽ ആണ് അല്ലെ, ഒന്നിൽ കൂടുതൽ. നമ്മൾ 4 കുറിക്കുക. ആൺകുട്ടികൾക്ക് സബ്ജക്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ? കൊല്ലുക. കൊല്ലാൻ എന്ത് വേണം? എലികൾ വേണം അല്ലെ. ഇതെന്താണ്? അല്ലോ ഫുഡ്. അപ്പൊ ആൺകുട്ടികളാണ് സബ്ജക്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തി കൊല്ലുക എന്നതാണ്. കൊല്ലാൻ എന്ത് വേണം? കൊല്ലുക എന്നുള്ള പ്രവൃത്തി ചെയ്യാൻ ചാവാൻ വേണ്ടി എലികൾ വേണം അല്ലെ, അതാണ് ഒബ്ജക്റ്റ്. പിന്നെ എന്താണ് അടുത്തത്? നമ്മള് ഫുഡ് എന്നുള്ള വാക്കിന്റെ എന്താണ് ഇംഗ്ലീഷ് വാക്ക് എഴുതിയില്ലേ. ഇനി നമുക്ക് കൊല്ലുക എന്നുള്ളതല്ലേ, അതിന് ഇംഗ്ലീഷ് എന്താ? കിൽ. അതിന് രണ്ടാമൻ എന്താ? രണ്ടാമൻ കിൽഡ്. മൂന്നാമനോ? കിൽഡ്. കിൽ, കിൽഡ്, കിൽഡ്. ഇനി 4 നമുക്ക് ഉണ്ടാക്കാൻ പറ്റിട്ട് 4 ഉണ്ടാക്കുക. 1 എഴുതിയിട്ട് അതിന്റെ അറ്റത്ത് ജസ്റ്റ് കയറി. അപ്പൊ എന്താ? കിൽസ്. കിൽ, കിൽഡ്, കിൽഡ്, കിൽസ്. ഫസ്റ്റ് വാക്ക് എഴുതാൻ പോവാണ്. ആദ്യം സബ്ജക്ട് ആരാ? ബോയ്സ്. അടുത്ത വാക്ക് എന്താ? ഫുഡ്. 4 ക്രിയ കിൽ. കിൽ. ഇനി ഒബ്ജക്ട് എന്താ? എലികൾ. ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. ബോയ്സ് കുഡ് പ്ലേ ഫുട്ബോൾ. ബോയ്സ് കുഡ് ക്യാച്ച് ബേർഡ്സ്. ഈ ക്രിയകൾ മാറ്റി വെക്കുക. അറിയാതെ നിങ്ങൾക്ക് കൂടാതെ ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ പറ്റും. ബോയ്സ് മാത്രമൊന്നുമല്ലല്ലോ, ഗേൾസ് ഇല്ലേ, ബീനു ആൻഡ് സീനു ഇല്ലേ, മിനി ആൻഡ് സീനി ഇല്ലേ, രാജുല് ബാബു ഇല്ലേ. എന്ത് സബ്ജക്റ്റും മാറ്റി വെക്കാലോ. ഇനി നെഗറ്റീവ് കേട്ടാ. ഇതാണ് ഒന്നാമത്തെ വായി. 2 എന്താ? 2 ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ല. അപ്പൊ നെഗറ്റീവ് ഉണ്ടാക്കുക പറഞ്ഞേ. നെഗറ്റീവ് ബോയ്സ് could not kill rats. ഇനി 3 ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ചോദ്യം ചോദിക്കുക? കുഡ് മുന്നോട്ട് അല്ലെ. കുഡ് കഴിഞ്ഞാണ്. കുഡ് ബോയ്സ് കിൽ റാറ്റ്സ്. ചോദ്യം 4 എന്താ? ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ലേ. കഴിഞ്ഞു, കഴിഞ്ഞില്ല, കഴിഞ്ഞോ, കഴിഞ്ഞില്ലേ, കഴിഞ്ഞില്ലേ. അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഈ നെഗറ്റീവ് കുഡ് നോട്ട് മുന്നോട്ട് എന്താ? കുഡ് നോട്ട്. ഞങ്ങളുടെ എന്താ? കുഡ് നോട്ട് ബോയ്സ് കിൽ റാറ്റ്സ്. അപ്പൊ 4 വാചകം എന്താണ്? ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. Boys could not kill rats. Could boys kill rats? Could not boys kill rats. അപ്പൊ 4 സബ്ജക്റ്റും കുഡ് തന്നെയാണ്. ക്രിയയുടെ V1 ആണ്. അപ്പൊ മാഷ് 4 ഒരേപോലെ ഇരിക്കണമെങ്കിൽ 4 സബ്ജക്ട് എന്തിനാണ് വേറെ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സബ്ജക്ട് എഴുതിയാൽ പോരാ, എന്നിട്ട് പറഞ്ഞാൽ പോരെ എല്ലാം കുട്ടിയില്ലെന്ന് പറഞ്ഞാൽ പോരെ. പറ്റില്ല. മാഷ് രീതി അനുസരിച്ച് ഇത് സകല ആളുകൾക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടിലാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എന്താണ് വിട്ട് പഠിച്ചാൽ മതി. ആവശ്യമുള്ളത് എന്താണ്? നന്നായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കി പഠിക്കണം. 4 സബ്ജക്റ്റിന് കുഡ് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മനസ്സിൽ എന്ത് ചെയ്യുക? കാര്യം ഉറപ്പിച്ചു വയ്ക്കും. അപ്പൊ പിന്നെ ആ സംശയം ഉണ്ടാവില്ല എന്നർത്ഥം. ഞാൻ സബ്ജക്ട് സിംഗുലർ മാത്രം പറഞ്ഞുള്ളൂ എന്ന് വിചാരിക്കുക. മാഷക്കറിയാം എല്ലാ സബ്ജക്റ്റിനും കുഡ് തന്നെയാണ്. പക്ഷെ ഞാൻ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറേണ്ട ഒരു ഐഡിയ കയറാണ്ട് പോകും. ഇതെല്ലാം കയറ്റി വെക്കാന്നുള്ളതാണ് എന്ത് ഈ ക്ലാസിന്റെ ഒരു പ്രത്യേകത. അല്ല ആരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഒന്നും പറ്റിയില്ല എന്നോ മനസ്സിലായില്ലോ എന്ന് പറയാൻ പാടില്ല. അത് മാഷ് നിർബന്ധമാണ്. കാരണം ഇത് തൃശ്ശൂരിലെ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സ്ഥാപനത്തിന്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ് കേട്ടിട്ട് മനസ്സിലായെന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെ പോയി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ അന്വേഷണം ഇവിടെ അവസാനിക്കും. ഇംഗ്ലീഷ് പഠിക്കുന്നവരുടെ അന്വേഷണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്ലാസ്സിൽ എത്തുന്നതോടുകൂടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നീട് അവർ മറ്റൊരു ക്ലാസ് അന്വേഷിച്ച് പോകേണ്ടി വരില്ല. ഓക്കെ അങ്ങോട്ട് നോക്കാം. ഇനി നമുക്ക് എന്താണ് ആൻസേഴ്സ്? 2 ചോദ്യം അല്ലേ. കുഡ് ബോയ്സ് കിൽ റാറ്റ്സ്? ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞോ? അത് എലികളൊക്കെ ബാക്കിയുണ്ടോ? കൊന്നു കഴിഞ്ഞോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ എന്താണ്? കുഡ് ബോയ്സ് കിൽ റാറ്റ്സ്? ആൺകുട്ടികൾക്ക്
എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ലേ? വല്ല രക്ഷപ്പെട്ട് പോയോ? ഉമ്മനക്കെല്ലാം കഴിഞ്ഞില്ലേ? കണ്ട അങ്ങനെ ചോദിക്കാലോ. എന്താണ് ആൻസേഴ്സ്? ഫസ്റ്റ് ആൻസർ എന്താ? യെസ്. രണ്ടാമത്തെ യെസ്. പറഞ്ഞേ എന്താ? ബോയ്സ് കുഡ്. മൂന്നെന്താ? യെസ്. എന്താണ്? ബോയ്സ് കുഡ് കിൽ. മാഷിന് ഇങ്ങോട്ട് നോക്കാനില്ല കേട്ടോ, ഇങ്ങോട്ട് നോക്കാനില്ല, ഇത് തന്നെ പറയാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയല്ലോ. നാലെന്താ? യെസ് ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. അഞ്ചെന്താ? നോ. ആറ് നോ എന്ന് എഴുതിയിട്ട് എന്താണ്? നെഗറ്റീവ്. ഈ നെഗറ്റീവിലേക്ക് എന്താ? ബോയ്സ് കുഡ് നോട്ട് കിൽ. ഏഴെന്താ? നോ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പറഞ്ഞേ ബോയ്സ് കുഡ് നോട്ട് കിൽ. ഇവിടെ കില്ല് വേണ്ട അല്ലെ? ഓക്കെ. കുഡ് നോട്ട് കിൽ. ഇനി അടുത്തെന്താ? നോ ബോയ്സ് കുഡ് നോട്ട് കിൽ റാറ്റ്സ്. 9 നോ എന്താണ്? നോ എഴുതിട്ട് നമുക്കറിയാലേ ബോയ്സ് കുഡ്. ഈ ഫസ്റ്റ് വാചകത്തിലല്ലേ ബോയ്സ് കുഡ് എന്താണ്? കിൽ. എലികളെ കൊല്ലല്ലേ? പിന്നെ ആൺകുട്ടികൾക്ക് കൊല്ലാൻ പറ്റുന്ന സാധനം എന്താണ്? വല്ല തവളയെ കൊല്ലട്ടല്ലേ? തവളകൾ. അപ്പൊ എന്താണ്? ഫ്രോഗ്സ്. തവളകൾ എന്നർത്ഥം. അപ്പൊ ഇവിടെ രണ്ട് ചോദ്യം ചോദിക്കുകയാണേ. കുഡ് ബോയ്സ് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ എന്താ? കുഡന്റ് ബോയ്സ് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ലേ? അവ കേട്ടാളെന്ന് പറയും യെസ് കഴിഞ്ഞു. യെസ് ബോയ്സ്. ബോയ്സ് ആൺകുട്ടികൾക്ക് കഴിഞ്ഞു. ആൺകുട്ടികൾക്ക് കഴിഞ്ഞു. എന്തിനാ? എലികളെ കൊല്ലാൻ. യെസ് ബോയ്സ് കുഡ് കിൽ. ആൺകുട്ടികൾക്ക് കൊല്ലാൻ കഴിഞ്ഞു. എന്തിനാ? എലികളെ. യെസ് ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾ എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നോ കഴിഞ്ഞില്ല. നോ ബോയ്സ് കുഡ്. ആൺകുട്ടികൾക്ക് കഴിഞ്ഞില്ല. എന്തിനാ? എലികളെ കൊല്ലാൻ. നോ ബോയ്സ് കുഡ് നോട്ട്. ആൺകുട്ടികൾക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. എന്തിനെ? എലികളെ. നോ ബോയ്സ് കുഡ് നോട്ട് കിൽ എന്താണ്? റാറ്റ്സ്. ഇല്ല, ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ല. എങ്കിൽ പിന്നെ അവർക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? അതാണ് 9ാമത് ഉത്തരം. അതെങ്ങനെ പറയാൻ? വാക്കിഡിലെ സൂപ്പർ ഹിറ്റ് ഉത്തരം. നോ 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 ബോയ്സ് കുഡ് കിൽ ഫ്രോഗ്സ്. ആൺകുട്ടികൾക്ക് തവളകളെ കൊല്ലാനാണ് കഴിഞ്ഞത്. അതേ അവരെ കൊണ്ട് പറ്റുള്ളൂ തവളയെ കൊല്ലാൻ. ഓക്കെ. എലികൾ ഓടൂലോ, അപ്പൊ എന്റെ പിന്നാലെ ഓടാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം നല്ല ഇംഗ്ലീഷ് മലയാളം വെച്ച് നല്ല വേഗത്തിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും ഒപ്പം പറയാം കേട്ടോ. മാറ്റി പറയാൻ പറയുമ്പോ നിങ്ങൾ ആരോടും മൗനം വീക്ഷിച്ചിരിക്കരുത്, എല്ലാവരും ഒപ്പം പറഞ്ഞേക്കണേ. അപ്പൊ കേട്ടോ പറയും. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞു. ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ല. ബോയ്സ് കുഡ് നോട്ട് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞു. കുഡ് ബോയ്സ് കിൽ റാറ്റ്സ്. ആൺകുട്ടികൾക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞില്ലേ? കുഡ് നോട്ട് ബോയ്സ് കിൽ റാറ്റ്സ്. ആൻസേഴ്സ് യെസ്. Yes, boys could. Yes, boys could kill. Yes, boys could kill rats. No, no, boys could not. No, boys could not kill. No, boys could not kill rats. No, boys could kill snakes. ആൺകുട്ടികൾക്ക് പാമ്പുകളെ കൊല്ലാനാണ് കഴിഞ്ഞത്. എന്ത് വേണമെങ്കിലും മാറ്റി പറയാം. പൂച്ചകളെ കൊല്ലാനാണ് കഴിഞ്ഞത്. ക്യാറ്റ്സ്. ഇനി നമുക്ക് എന്താണ് ഇത് വേഗത്തിൽ എന്താണ് മലയാളം അല്ലാണ്ട് പറയാം അല്ലേ? അപ്പൊ എല്ലാരും എന്താണ് ഒപ്പം പറയണം കേട്ടാ. നിങ്ങളുടെ വീട്ടിലും മടി പിടിക്കാണ്ട് ഭാഷ ഒപ്പം പറയാം കേട്ടാ. പറഞ്ഞേ. ബോയ്സ് കുഡ് കിൽ റാറ്റ്സ്. ബോയ്സ് കുഡ് നോട്ട് കിൽ റാറ്റ്സ്. Could boys kill rats? Could not boys kill rats? Yes, yes, boys could. Yes, boys could kill. Yes, boys could kill rats. No, no, boys could not. No, boys could not kill. No, boys could not kill rats. No, boys could kill frogs. എന്താ ഇങ്ങനെ? അപ്പൊ ഈ ബോയ്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്ലൂരൽ സബ്ജക്ട് വെച്ചുകൊണ്ട് ഇഷ്ടമുള്ള ക്രിയ പറഞ്ഞിട്ട് എന്താണ് ഇഷ്ടമുള്ള വാചകം പറയാം കേട്ടോ. ഇപ്പൊ കുഡ് എന്താണ്? 4 സബ്ജക്ട് എടുത്തു കഴിഞ്ഞു. ഇനി മാഷ് എന്ത് ചെയ്യാമെന്ന് പറയുന്നത് പോലെ കുഡ് ഉപയോഗിച്ച് നീളം കൂടി ചില വാചകം ഉണ്ടാക്കാനും കൂടി നിങ്ങൾക്ക് എന്താണ്
ഈ സമയത്ത് പ്രാക്ടീസ് തരാൻ പക്ഷെ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഇനി നമുക്ക് നീളം കൂടിയ വാചകങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ രണ്ട് നിയമങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടിച്ചേർക്കണം. ഇവിടെ നോക്കുക, ഇവിടെ വാചകം ആദ്യം വായിക്കണം. എന്താ? ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു, എനിക്ക് എലികളെ കൊല്ലാൻ കഴിഞ്ഞു. അതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കണ്ടാ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. ഇത്രയാണ് നമ്മളിപ്പോ ഫുഡ് വെച്ച് പഠിച്ചത്. ഇതിന്റെ കൂട്ടത്തിൽ എന്താണ് ഇത്രയും നീളമുള്ള ഭാഗം? ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. ആ കഴിവ് ഇപ്പില്ല. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഭയങ്കര കളിക്കാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പഴയ കാര്യങ്ങൾ അയവറക്കില്ലേ, മുൻപത്തെ ഒരു കഴിവിനെ കുറിച്ച്. ഇങ്ങനെയുള്ള നീളം കൂടിയ വാചകങ്ങൾ പറയുമ്പോഴാണ് ശരിക്കും ഫുഡ് അതിന്റെ ഭംഗിയിൽ എന്താണ് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷെ ഈ വാചകത്തിന് നീളം കാണുമ്പോ നിങ്ങൾക്ക് അയ്യോ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാഷില്ല ഇവിടെ. അതിനെല്ലാം വേണ്ട പോലെ എന്താണ് പിടിച്ചു കെട്ടി നിങ്ങളുടെ കയ്യിൽ തരും മാഷ്. ഇതിനു വേണ്ടി നമ്മള് അപ്പൊ ഇത് പറഞ്ഞ് പഠിച്ചാൽ കുറെ മെച്ചം നല്ല സ്റ്റൈല് വാചകങ്ങൾ പറയാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് നിയമങ്ങളാണ് അറിയേണ്ടത്? നമ്മൾ നിലവിൽ പഠിച്ചു കഴിഞ്ഞ രണ്ട് നിയമങ്ങൾ. ഒന്ന് നമ്മുടെ കുട്ടിന്റെ നിയമം. നമ്മുടെ കുട്ടിന്റെ നിയമം എന്താണ്? സബ്ജക്ട് പ്ലസ് കുഡ് പ്ലസ് ഒന്നാം നമ്പർ ക്രിയ അല്ലെങ്കിൽ വെർബ് 1 പ്ലസ് ഒബ്ജക്ട്. ഇതല്ലേ കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാല്ലേ? ഇവിടെ നിങ്ങൾ കാണുന്നത് പോൾ എന്നൊരു വാക്കുണ്ട്. പോൾ. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ. ഇങ്ങനെ ആ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പോൾ എന്ന് വരുന്നത്. അതിനുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ട്. അതാണെന്ത്? വെൻ എന്ന് പറയുന്ന ഒരു വാക്ക്. ഈ വാക്ക് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചില്ലേ, നൗണ്, പ്രൊനൗണ്, വെർബ് അങ്ങനെ പഠിക്കുന്ന പാർട്സ് ഓഫ് സ്പീച്ച് അതിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ആളാണ്. കൺജങ്ഷൻ എന്ന് പറയുന്ന ഘടകം എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ആളാണ് ഈ വെൻ എന്ന് പറയുന്ന വാക്ക്. നമ്മുടെ ഈ ഗ്രാമറിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് ഇത് വേണം നമ്മൾ കൺജങ്ഷനിലേക്ക് എത്താൻ. മാഷ് പ്രത്യേക രീതിയിലുള്ള എടുക്കണം. അപ്പൊ ഇത് വേണ്ടാത്തതൊന്നും പാദ്യം കയറി എടുക്കില്ല. ആവശ്യമുള്ള കാര്യം മാത്രം അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പൊ കൺജങ്ഷൻ കുടുംബമൊക്കെ നമ്മൾ പഠിക്കും അവസാന സമയത്ത്. ഇപ്പൊ നമുക്ക് ആ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് വെൻ എന്നും അതിന്റെ അർത്ഥം എന്താ അപ്പോൾ എന്ന് മാത്രം തൽക്കാലം പഠിച്ചു വെച്ചാൽ മതി. എപ്പോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനെ പറയാൻ വേണ്ടി ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെൻ എന്നുള്ള വാക്ക്. അത് ഏത് കുടുംബക്കാരനാന്ന് ചോദിച്ചാൽ പാർട്സ് ഓഫ് സ്പീച്ചിലെ കൺജങ്ഷൻ എന്ന് പറയുന്ന കുടുംബക്കാരനാണ് മാത്രം എന്താണ് തൽക്കാലം പറഞ്ഞിരുന്നാൽ മതി. അപ്പൊ അത് വാക്ക് വെക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുക, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ഏത് നിയമം എവിടെയെങ്കിലും ഓർമ്മയുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ. ഈസ്, ആറ്, ആമ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡ് വരെയുള്ള വാചകം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് നിയമമാണ് സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഓക്കെ, ഇനി അവിടെ കണ്ട ഭാഷ എന്ത് ചെറുതായി എഴുതി വെച്ചിരിക്കുന്നത്? ഈ വെർബിന്റെ സ്ഥാനത്ത് നമ്മൾ ഈസ്, ആറാമ്, വാസ്, വേറ്, ഹാസ്, ഹാവ്, ഹാഡൊക്കെ പഠിച്ചിട്ടില്ലേ? ഈ കുഡ് ഉപയോഗിച്ചുള്ള വാചകങ്ങളിൽ നമ്മളോട് ഉപയോഗിക്കേണ്ട ഇവിടെ ഉപയോഗിക്കേണ്ട രണ്ട് ക്രിയകളാണ് നമ്മുടെ വാസും വേറും. ഈ കുഡ് എന്നത് ക്യാനിന്റെ ഭൂതകാലമാണല്ലോ, പാസ്റ്റ് അല്ലേ? അതുകൊണ്ട് ഈസ് ആറാമിന്റെ പാസ്റ്റ് ആയ വാസ് വേറുമാണ് എന്ത് ചെയ്യാൻ ഇവിടെ വെക്കാൻ. രണ്ടും പഴയ കാര്യങ്ങളാണല്ലോ. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. രണ്ടും പഴയതാണ്. സ്കൂൾ കുട്ടി പണ്ടാണ് കളിച്ചിരുന്നത്. രണ്ടും പഴയതാണ്. അപ്പൊ ഇത്തരം വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂട്ടിച്ചേർക്കുന്ന വാചകത്തിന്റെ ടെൻസ് ഭൂതകാലമായിരിക്കണം. കാരണം ഇവിടെ നമ്മൾ കുഡ് ക്യാനിന്റെ ഭൂതകാലമായി കുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂതകാലമാണ്. അപ്പൊ അവിടെയും എന്ത് ചെയ്യണം? അതിന്റെ ബാക്കി പറയുമ്പോഴും ഭൂതകാലം ഉപയോഗിക്കണം. ആ ഭൂതകാലം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈസാറാമെന്ന് നമുക്കറിയാം, പ്രസന്റ് എന്നറിയാം. അതിന്റെ പാസ്റ്റ് ആയ വാസ് വേറെ വേണം ഉപയോഗിക്കാൻ. ഓക്കെ, അപ്പോൾ നിയമം എന്താണ്? സബ്ജക്ട് പ്ലസ് കുഡ് പ്ലസ് ഒന്നാം നമ്പർ ക്രിയ പ്ലസ് ഒബ്ജക്റ്റ്. അത് എന്ത് ചെയ്യണം? വെൻ എന്നൊരു വാക്ക് വയ്ക്കുക. പിന്നെ നമ്മുടെ അടുത്ത പറയുന്ന നിയമം തന്നെ എന്താണ്? സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ്. അതിലെ വെർബ് ആരായിരിക്കണം? വാസ് അല്ലെങ്കിൽ വേറെ ആയിരിക്കണം. കണ്ടോ? ഭൂതകാലത്തെ സൂചിപ്പിക്കാൻ.
ഇനി വാസ് വേറെ വരുമ്പോ എപ്പോഴാണ് നമ്മൾ വാസ് ഉപയോഗിക്കുമ്പോൾ വേറെ ഉപയോഗിക്കുക? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കർത്താവ്, ഏകവചനം ഐ എന്നിവയാകുമ്പോൾ വാസും, ബഹുവചനം യു എന്നിവ എന്താണ്? വേറും ഉപയോഗിക്കുന്നു. അപ്പൊ നിയമമല്ലാത്തല്ല. നിയമമല്ലാതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ഒന്നാം നമ്പർ ക്രിയ പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെൻ എന്നുള്ള വാക്ക് പ്ലസ് നമ്മുടെ പഴയ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആ വെർബിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേറാണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴാണ് വാസ് ഉപയോഗിക്കുക? സബ്ജക്റ്റ്, ഏകവചനം അല്ലെങ്കിൽ ഐ ആകുമ്പോൾ വാസും, ബഹുവചനം ആകുമ്പോഴോ വേറെ ഉപയോഗിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് അറിയുന്നതാണല്ലോ. ഇനി ഇതിലേക്ക് എന്താണ്? ഈ മലയാള വാചകത്തെ പിടിച്ചങ്ങ് ഫിറ്റ് ചെയ്താൽ ഈ നീളം കൂടിയ വാചകത്തിന്റെയും ഇംഗ്ലീഷ് നമുക്ക് കിട്ടും. ഓക്കെ കേട്ടോ. നമ്മള് ഇവിടെ കുഡിന്റെ വാചകം ആദ്യം എഴുതി നമുക്ക് തുടങ്ങാം. നമ്മള് കുഡിന്റെ ഇതൊക്കെ മൂന്നായി നോക്കുമ്പോ നമുക്കറിയാം അല്ലെ? എങ്ങനെ നോക്കുന്നുണ്ട? എനിക്ക് സബ്ജക്ട്, കളിക്കുക വെർബ്, ഇത് ഒബ്ജക്ട് ഉണ്ടാ. ഇത് കുഡ് നമ്മൾ സാധാരണ ചെയ്തതുപോലെ എനിക്കെന്നുള്ളതിന് ഞാനാണല്ലോ കളിക്കുന്ന ആള്. അപ്പൊ സബ്ജക്ട്, ഞാൻ ചെയ്ത പ്രവൃത്തി കളിക്കുക. എനിക്ക് കളിക്കാൻ വേണ്ടത് ഫുട്ബോളാണ്. അപ്പൊ സബ്ജക്ട്, ഒബ്ജക്ട്, വെർബ്. പിന്നെ അത് കഴിഞ്ഞ് എന്താണ്? പിന്നെ വാക്കുകളിൽ കഴിഞ്ഞത് ഇംഗ്ലീഷ് വാക്കാണ് കുഡ് അല്ലെ? അപ്പൊ കളിക്കാത്ത ഇംഗ്ലീഷ് എന്താ? കളിക്കാന്ന് കണ്ട പ്ലേ, പ്ലേഡ്, പിന്നെ പ്ലേഡ്, പിന്നെയോ ആരെങ്ങനെയാ? പ്ലേസ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ പരിപാടി എല്ലാം ഇവിടെ ഉണ്ട്. കളിക്കുക എന്ന ക്രിയയുടെ B1 പ്ലേ, പ്ലേഡ്, പ്ലേഡ്, പ്ലേസ് എന്നല്ലേ കണ്ട അല്ലെ? ശരിയായി. അപ്പൊ ഈ ഭാഗത്ത് നമ്മുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പിന്നെ നമുക്ക് എന്താണ്? ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു കണ്ട. ഞാൻ സബ്ജക്ട്, ആയിരുന്നു വെർബ്, സ്കൂൾ വിദ്യാർത്ഥി ഒബ്ജക്ട്. നമ്മുടെ പഴയ പരിപാടി നമ്മള് ഈ സാറാമ്മ വാസ് വരെ എടുത്ത കാലത്ത് SOVയിലാണ് മലയാളം മുറിച്ചിരുന്നല്ലേ? നമ്മളൊരു മലയാള വാചകത്തെ SOVയിൽ മുറിക്കും അല്ല? അത് അവിടെ ഇവിടെ SOV തന്നെയാണ്. അന്ന് ഇവിടെ അല്ലേ സബ്ജക്ട് ഒബ്ജക്റ്റ് ഓർമ്മയുണ്ടോ? ഞാൻ പോലീസുകാരനായിരുന്നു, ഞാനൊരു അധ്യാപകനായിരുന്നു, സിന്ധു ഡോക്ടറായിരുന്നു. ഇങ്ങനത്തെ വാചകങ്ങൾ പഠിച്ചില്ല. അതിനില്ല നോക്കിയത് കണ്ടാ? ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി വരുന്നില്ല, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഇനി ഇപ്പോൾ എന്നല്ലേ? ഇപ്പോൾ അതാണ് നമ്മുടെ വെൻ എന്ന് പറഞ്ഞ ആള്. ഏതെല്ലാം ഇനി നമ്മുടെ ഇംഗ്ലീഷ് പോകണം. ഇംഗ്ലീഷ് പോകണം നോക്കിയോ എല്ലാവരും കേട്ടോ. നമ്മൾ ആദ്യം എന്താണ്? കുട്ടിന്റെ ഭാഗമാണ് എഴുതേണ്ടത് അല്ലേ? നമ്മൾ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് ആദ്യ സബ്ജക്ട്? എന്താ സബ്ജക്ട്? ആരാ? എനിക്ക്. അപ്പൊ എന്താ? ആയി. ഇനി അടുത്ത വാക്ക് എന്താ? കുഡ്. ഇനി ഒന്നാലും എന്താ? പ്ലേ. കണ്ടോ? ഐ കുഡ് പ്ലേ. കണ്ടോ? ഐ കുഡ് റീഡ്. ഐ കുഡ് പ്ലേ. അപ്പൊ നോക്കുക, ആദ്യം സബ്ജക്ട് എഴുതി ഐ, പിന്നെ കുഡ് എഴുതി, പിന്നെ ഒന്നാലും എഴുതി പ്ലേ. ഇനി ഒബ്ജക്ട് എന്താണ്? ഒബ്ജക്ട് ഉണ്ടാവും. എനിക്ക് സബ്ജക്ട്, പിന്നെ കുഡ് എഴുതി, പിന്നെ കഴിയുന്ന ഒബ്ജക്ട് ഫുട്ബോൾ അല്ലേ? അപ്പൊ എന്താ? ഐ കുഡ് പ്ലേ ഫുട്ബോൾ. ഐ കുഡ് കിൽ rats. I could visit America. I could sing a song. ഇതെല്ലാം നമ്മൾ കുഡില് പഠിച്ചത്. ഇങ്ങനെയാണല്ലോ കുഡ് ഉപയോഗിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നൊക്കെ ആയിട്ട് പഠിച്ചത്. അതിനെല്ലാം വേണ്ട. I could play football. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ സബ്ജക്ട് എഴുതി, കുഡ് എഴുതി, ഒന്നാം നമ്പർ എഴുതി, ഒബ്ജക്ട് എഴുതി. ഇനി അടുത്ത ഏത് വാക്ക് വെക്കണം? when. കണ്ടാ? when എന്നുള്ള വാക്ക് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്ട് വെർബ് ഒബ്ജക്ട് അല്ലേ? ഇവിടുത്തെ സബ്ജക്ട് ആരാ? ഞാൻ. when I ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. I. ഇനി അപ്പൊ ഉണ്ടോ? സബ്ജക്ട് എഴുതി. ഇനി വെർബ് എന്താ? വാസിലെ വെർബല്ലേ? ഐക്യാരെന്ന് പറഞ്ഞേക്കണേ? ഐക്യാര വാസ്. when I was. പിന്നെ ഒബ്ജക്ട് എന്താ? ഒരു സ്കൂൾ വിദ്യാർത്ഥി. എന്താണ്? സ്കൂൾ സ്റ്റുഡന്റ്. കണ്ടോ? ശരിയായി. കണ്ട? I could play football when I was a school student. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. എങ്ങനെ പറയാം. അപ്പൊ എന്ന് പറഞ്ഞ when I
I could play football when I was a school student. എല്ലാവരും പറഞ്ഞ് I could play football. I could play football when I was a school student. And style എന്ന് പറഞ്ഞ് I could play football when I was a school student. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞു. ഈ നീളം കൂടിയ വാചകം എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഇതൊന്നും കാണാപ്പുറം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടിന്റെ നിയമം ആദ്യം പറയുന്നു, പിന്നെ വേണമെന്നൊരു വാക്ക് വയ്ക്കുന്നു, പിന്നെ നമ്മുടെ സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ്. അപ്പൊ നോക്കുക, ഇതിന്റെ നെഗറ്റീവ് ഒക്കെ പറയാം. എന്താണ്? ഐ കുഡ് അല്ലതാണ് ഇതിന്റെ നെഗറ്റീവ് പറയാം. അതല്ല, I could not play football when I was a school student. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പറഞ്ഞോടെ പറയാലോ. കണ്ടോ, നമ്മളെ ടെക്നിക്ക് പഠിച്ചു വെച്ചെടുക്കുന്ന വിഷമമുള്ള കേസല്ല. ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് മാഷ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തുതി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ മഹാരഹസ്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നോക്കിയാൽ ഇനി നമുക്ക് പോസിറ്റീവ് ചോദ്യം ചോദിക്കാം. Would I play football when I was a school student? ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞോ? ചോദിക്കാലോ. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നോ? നമ്മളോട് ചോദിക്കുകയാണ്. ഇനി അവിടെ രാജുവിനെ ചോദിക്കാം. When അതെന്താണ്? രാജു would play football when he was a school student. അപ്പൊ പിന്നെ രാജു എന്ന് പറയാൻ പാടില്ല കേട്ടാ. അപ്പൊ രാജു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ അവന് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ആയി മാറ്റി മനുഷ്യന്മാർ മറ്റുള്ളവർ പേരൊക്കെ വയ്ക്കാം. ഓക്കെ കേട്ടാ. അപ്പൊ ഈ നെഗറ്റീവ് ചോദ്യം ഉണ്ടാക്കല്ലോ. Couldn't I play football when I was a school student? ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നോ? അല്ല, കഴിഞ്ഞിരുന്നോ? ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ കേട്ടാ. അങ്ങനെ ചോദിക്കാം. എന്തും ചോദിക്കാം. നമ്മളെ ടെക്നിക്ക് ഉണ്ടാകും. എങ്ങനെ മാറി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ വേറെ സ്റ്റൈല്. ഇത് മനസ്സിന് കുട്ടികളുടെ വാചകം ആദ്യം പറഞ്ഞ് ഇത് നമുക്ക് ഇവിടെ നിന്ന് ആദ്യം പറയാം. ഇങ്ങനെയും പറയാം. When I was a school student, I could play football. അങ്ങനെയും പറയാം. ഏതാണ് നിങ്ങൾക്ക് പറയുമ്പോൾ സ്റ്റൈലും പഞ്ചും അതുപോലെ നിങ്ങൾ പറഞ്ഞു. എന്റെ അടുത്ത് പറയാം I could play football when I was a school student. ഇങ്ങനെ പറയുന്നതാണ് രസം. When I was a school student, I could play football. അങ്ങനെയും പറയാം. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മൾ ഇവിടുന്ന് തുടങ്ങിയെന്ന് വിചാരിക്കുക. When I was a school student, I could play football. അപ്പൊ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കോമ ഇടണം. ഇവിടുന്ന് തുടങ്ങണമെങ്കിൽ. അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. When I was a school student, I could play football. നമ്മൾ പറയുമ്പോൾ when I was a school student കഴിഞ്ഞിരിക്കുന്നത് നിർത്തൂല്ലേ? ആ നിർത്തുന്നതിനാണ് ഈ കോമ. എഴുതുന്ന സമയത്ത് കോമ ഇടുന്നു. പറയുമ്പോ കോമ എന്ന് പറയേണ്ടത് when I was a school student, I could play football അങ്ങനെ പറയാൻ പാടില്ല. അറിയാമോ? സാമാന്യ. അപ്പൊ എഴുതുമ്പോ ഒരു കോമ ഇടണം, പറയുമ്പോ കോമ വേണ്ട. എപ്പോ വെൻ വെച്ച് തുടങ്ങാം. ഓക്കെ. അപ്പൊ ഈ ഒരു വാചകത്തെ മോഡൽ വാചകമാക്കി എടുത്തുകൊണ്ട് മാറ്റി കുറച്ചും കൂടി വാചകങ്ങൾ വ്യത്യാസങ്ങളുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പൊ വെൻ വെച്ച് തുടങ്ങാന്ന് മനസ്സിലായല്ലോ. When I was a school student, I could play football, I could play tennis, I could play hockey, I could play chess. ഇനി സ്കൂൾ സ്റ്റുഡന്റ് മാത്രമുള്ളത്. I could play football when I was a college student, when I was a university student, when I was an officer. ഞാൻ ഓഫീസർ ആയിരുന്ന കാലത്ത് എന്താ അങ്ങനെ പറയാം. ഇനി അയി മാത്രം പറ്റുള്ളല്ലോ. എന്താണ്? He could play football when he was a school student. അവന് സ്കൂൾ വിദ്യാർത്ഥി ആയിരുന്നപ്പോൾ അവന് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. വേണ്ട. സ്മിതയാണെങ്കിലോ സ്മിത could play football when she was. അപ്പൊ she എന്നാണ് അവൾ എന്നുള്ള she ആണ്. She was a school student. You could play football when you. അപ്പൊ യുവിന് ആരാണ്? വാസലല്ലോ. യുവിന് വേറല്ലേ വരിക? വേണ്ട.
you could play football. നിനക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. when you was പാടില്ല, you ആരാണ്? were. when you were എന്താണ് സ്കൂൾ സ്റ്റുഡന്റ്. എന്താണ് ഇനി നമ്മൾ വി വെച്ച് പറഞ്ഞേ, വി ഞങ്ങൾക്ക്. we could play football. ഞങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. when we were. അപ്പോഴും വേറെ വരും. കാരണം എന്താ, വി കുറെ പേരുണ്ടല്ലോ. കണ്ട സബ്ജക്റ്റിനനുസരിച്ച് I was, he was, you were. പെൺകുട്ടികളാണെങ്കിലോ കണ്ട ഗേൾസ് കുഡ് പ്ലേ ഫുട്ബോൾ. ഗേൾസ് കുഡ് പ്ലേ ഫുട്ബോൾ. പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. when they അവർ. അപ്പൊ ഒന്നിൽ കൂടുതലാണല്ലോ ബഹുവചനം. പെൺകുട്ടികളാണ് ദേ എന്ന് ഉദ്ദേശിക്കുന്നത്, അവര്. അല്ലാണ്ട് ഇവിടെ വീണ്ടും ഗേൾസ് വെക്കാൻ പാടില്ല. കാരണം എന്താ, ഗേൾസ് കുഡ് പ്ലേ ഫുട്ബോൾ when girls were school students. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതിന് പകരമാണല്ലോ നമ്മൾ ഈ പ്രോനൗൺ വെക്കണേ. നാമത്തിന് പകരം വെക്കുന്ന വാക്കുകൾ എടുത്ത് ഉപയോഗിക്കണം. അവിടെ അപ്പൊ എന്താണ്, when girls എന്താണ്, ഗേൾസ് കുഡ് പ്ലേ ഫുട്ബോൾ when they were school students. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ അവർക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിരുന്നു. കണ്ട ഓക്കെ. അപ്പൊ അങ്ങനെ സബ്ജക്ട് മാറ്റി പറയാം. അതുപോലെ തന്നെ എന്താണ് ഈ സംഭവങ്ങളൊക്കെ മാറ്റി പറയാന്ന് മനസ്സിലായല്ലോ. ഇനി മാറ്റി വ്യത്യസ്തമായ വാചകങ്ങൾ ഈ ഫ്രെയിമിൽ വെച്ചിട്ട് കാണിച്ചു തരുമ്പോൾ നോക്കാം കേട്ടോ. I would visit the Pope. പോപ്പ് എന്നാൽ മാർപ്പാപ്പ. ഈ പോപ്പ് എന്നുള്ള വാക്കിന്റെ മുമ്പിൽ ദാ വെക്കണം എന്നൊരു നിയമമുണ്ട്. മാഷ് ആർട്ടികളുടെ പാഠത്തിൽ പഠിപ്പിക്കും കേട്ടോ. I could visit, I could play ഒരു visit the Pope and when I was in Vatican. ഞാൻ വത്തിക്കാനിലായിരുന്നപ്പോൾ എനിക്ക് പോപ്പിനെ സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. അല്ലെ കഴിയണ്ട. I could visit the Pope when I was in Vatican. എന്താ, ഞാൻ വത്തിക്കാനിലായിരുന്നപ്പോൾ എനിക്ക് പോപ്പിനെ സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. അത് വേറെ നോക്ക്. He could help the poor. എന്താ, ഹി അവന് കുഡ് കഴിഞ്ഞു, ഹെൽപ്പ് സഹായിക്കാൻ. ആരെ? പാവപ്പെട്ട. പുവർ എന്ന വാക്കിന് നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. പുറന്ന് പാവപ്പെട്ട എന്നർത്ഥം. അതിന്റെ മുമ്പിൽ ദാ എന്ന വാക്ക് വെച്ച് കഴിഞ്ഞാൽ, ദാ എന്ന ആർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർ എന്നർത്ഥം കിട്ടും. എന്താണ്, ഹി കുഡ് ഹെൽപ്പ് ദി പുവർ. അവന് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നു. എപ്പോൾ? when he was the rich. അവനൊരു റിച്ച് എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള. ദ റിച്ച് എന്ന് പറഞ്ഞാലോ സമ്പന്നൻ. ഹി കുഡ് ഹെൽപ്പ് ദ പുവർ. അവന് പാവപ്പെട്ടവരെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നു. when he was the rich. അവൻ സമ്പന്നനായിരുന്നപ്പോൾ. വേറെ നമുക്ക് കണ്ട they could visit the Taj Mahal. താജ് മഹാലിന്റെ മുമ്പിൽ ദാഹിച്ചു. കാരണം വലിയ കെട്ടിടങ്ങളുടെ മുമ്പിലൊക്കെ എന്താണ് ദാ വെക്കുന്നത് നിയമം വേറെ പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ആർട്ടിക്കിൾ പഠിക്കും. അപ്പൊ എന്താണ്, they could visit the Taj Mahal. അവർക്ക് താജ്മഹൽ സന്ദർശിക്കാൻ കഴിഞ്ഞു. എപ്പോൾ? when they were. അവര് വരുമ്പോ വേറല്ല, they were in Delhi. they could visit the Taj Mahal. അവർക്ക് താജ്മഹൽ സന്ദർശിക്കാൻ കഴിഞ്ഞപ്പോ when they were in Delhi. അവർ ഡൽഹിയിലായിരുന്നപ്പോൾ. എന്താ ഇവിടെ അപ്പൊ ഈ വേറൊരു എന്താ കാര്യം, ദേ പ്ലൂറലാണ്. എന്താ സബ്ജക്ട് പ്ലൂറലാകുമ്പോ എന്താണ് വേറെ വെക്കണം. അല്ല, അവർ ഡൽഹിയിലായിരുന്നപ്പോൾ അവർക്ക് താജ്മഹൽ സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. വേറെ നോക്ക്. സ്മിത കുഡ് ക്രിയ വെക്കണല്ലോ. കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എങ്ങനെ? ഫ്ലുവന്റ്ലി. ഫ്ലുവന്റ്ലി. സബ്ജക്ട് കുഡ്, ഒന്നാം നമ്പർ ക്രിയ, പിന്നെ ഒബ്ജക്ട്. സ്മിത കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്.
സ്മിത കുഡ് സ്പീക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. എന്താ ഇംഗ്ലീഷ് എങ്ങനെ കഴിഞ്ഞിരുന്നു? ഫ്ലുവന്റ് ആയിട്ട്. when ഉണ്ടോ when സ്മിത നമ്മൾ she was in Bangalore BANGALORE കണ്ട സ്മിത could speak English fluently when she was in Bangalore. ബാംഗ്ലൂർ വലിയൊരു സ്ഥലമാണ്, അതുകൊണ്ട് അതിന് മുമ്പിൽ എന്താണ് ഇല്ലണം. ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ സ്മിതയ്ക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ നാട്ടില് നമ്മുടെ മലയാളികളെ കൂട്ടത്തിലായതുകൊണ്ട് എന്തിരുന്നു അവളെ കഴിവൊക്കെ പോയി നടത്തും. അന്ന് കഴിഞ്ഞിരുന്നു എന്താ എങ്ങനെ എന്താണ് ഇതേപോലെ മാറ്റമുണ്ടോ? ഇപ്പൊ എന്താ 2 4 5 3 4 വാദം എഴുതിയില്ലേ? എന്താണ് ഇതേപോലെ എന്താണ് നമുക്ക് ഇഷ്ടംപോലെ വാദം ഉണ്ടാക്കാം. I could sing അല്ല I could attend പങ്കെടുക്കുക in youth festival. എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ വിനോദത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. when I was a school student ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ. എന്താ അതേപോലെ നമ്മൾ പഴയ കാര്യം ഇങ്ങനെ ഓർമ്മ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്താണ് വേറെന്താ I could draw pictures എനിക്ക് പടങ്ങൾ വരയ്ക്കാൻ കഴിയുമായിരുന്നു. when I was എന്താണ് സ്റ്റുഡന്റ് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് പടങ്ങൾ വരയ്ക്കാൻ എന്താണ് കഴിഞ്ഞിരുന്നു. എന്താ എങ്ങനെ എന്താണ് നമുക്ക് എന്താണ് പഴയ കാര്യങ്ങള് പറയാൻ വേണ്ടി ഈ കുഡ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴാണ് ശരിക്കും ഈ കുഡിന്റെ ഒരു സ്റ്റൈല് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അപ്പൊ നമ്മൾ നോക്കി ഇതിലൊക്കെ എത്ര ഇംഗ്ലീഷ് വാക്കുകളാണ് നിങ്ങള് 1 2 3 4 5 6 7 8 9 10 വാക്കുകളുടെ വാചകമാണ് ഈ പറഞ്ഞേക്കണേ. അപ്പൊ ഇങ്ങനെ നീളം കൂടിയ വാചകം ഇനി നിങ്ങൾ ഓർത്തേണ്ട ഈ സ്റ്റൈലാണ് പറയാം. അതിവിടെ when she was in Bangalore അവൾ ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ എന്താണ് സ്മിത കുഡ് അല്ലെങ്കിൽ അപ്പൊ ഇവിടെ സ്മിത വെച്ച് പറയാം when സ്മിത was in Bangalore she could speak English fluently. സ്മിത ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അതിലെന്താണ് തിരിച്ചും പറയാലോ കേട്ടോ. ഓക്കെ അപ്പൊ എങ്ങനെ ഇനി നിങ്ങളും എടുക്കുകയാണെന്ത് വ്യത്യസ്തമായ വാചകങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇനിയും കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമ്മള് അടുത്ത ക്ലാസ്സിൽ എന്താണെന്ന് അറിയാമോ? ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ. WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ള കേൾക്കില്ലേ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എനിക്ക് താങ്കൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുക? അല്ല വാട്ടൊക്കെ ഉപയോഗിച്ച് എന്താണ് ഈ ക്യാനും കൊണ്ട് ഉപയോഗിക്കാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്.